ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, അതായത് നമ്മളിപ്പോ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇന്നലെയും കുറെ ബിഗ് ബോസ് കണ്ടതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് ഇന്നും നിങ്ങളോട് പറയാനുണ്ട്. കാരണം വെച്ചാല് ഇപ്പം കിച്ചന്റെ ഉള്ളിൽ, അതായത് ഇപ്പൊ ഒരു ക്യാപ്റ്റൻ ഇതാക്കിയിട്ട് കിച്ചൺ ഭാഗത്തേക്കാണ് എനിക്കിന്ന് പറയാനുള്ളത്. അതായത് വേറെ ഒന്നുമല്ല, ഇപ്പം അനുമോളുടെ ഇത് വന്നിട്ട് അവള് കുക്ക് ചെയ്തപ്പോ ഒരാൾക്ക് ഇപ്പോ എടുത്തു പറയാനായിട്ട് ഞാൻ പറയുന്നത്, കാരണം അനുമോൾ അങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പൊ ഒരാൾക്ക് എന്താ പറയാ, ഫുഡ്, അതായത് കിച്ചണിന്റെ ഉള്ളില് ഫുഡ് കുക്ക് ചെയ്തു. ശരി, അനുമോൾ കുക്ക് ചെയ്തു ഫുഡ്, പക്ഷെ അത് അത്ര പോരാ എന്ന് എല്ലാവരെയും അതിൽ അഭിപ്രായം എന്തായിരുന്നു പോരാന്നുള്ളത്. സോ അപ്പൊ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കലി എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം, ഇതൊരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്, ആ രീതിക്ക് എടുക്കാവുള്ളൂ. അതായത് ഇപ്പം അനുമോക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അതിനകത്ത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അനുമോക്ക് തോന്നുന്നത്, ഇപ്പോ നമുക്കിപ്പോ ഒരു കാര്യം അറിയത്തില്ല, ബേസിക്കലി ഇപ്പൊ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഒരാളോട് ചോദിക്കുക. എസ്പെഷ്യലി അനുമോക്ക് അങ്ങനെ സാമ്പാർ വെക്കാനായിട്ട് അറിയില്ല എന്നൊക്കെയാണ് അതില് സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ പിന്നെ ഒരാൾക്ക് ഒരു സാമ്പാർ വെക്കാൻ അറിയത്തില്ല എങ്കിൽ അവരത് പറയണം, അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കണം ഇതെങ്ങനെയാ അങ്ങനെയാന്നൊക്കെ ഉള്ളത് ചോദിക്കണം. നമുക്ക് ചോദിക്കേണ്ട ആയിട്ടുള്ള മടി നമ്മൾ കാണിക്കരുത്. നമുക്ക് എല്ലാം അറിയാം എന്ന് വിചാരിക്കരുത്. കാരണം വെച്ചാൽ എല്ലാവരും അങ്ങനെയല്ല. കാരണം അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അനുമോളോട് എനിക്ക് ആ ഒരു കാര്യമാണ് പറയാനുള്ളത്. സോ അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ ചോദിക്കണം, അല്ലാതെ അതിനായിട്ട് ഇങ്ങനെ പോയി വരക്കിടുക, പിന്നെ പോയി ഇരുന്നിട്ട് കരയുക, അതത്ര നല്ല ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ലക്ഷങ്ങൾ കണക്കിനുള്ള പ്രേക്ഷകർ ഇത് ഷോ കാണുന്നോണ്ട് എനിക്കിതിങ്ങനെ പറയാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഇപ്പം കുക്കിങ്ങിന്റെ ഇതായാലും നേരത്തെ ഒരു ഇതുപോലെ ഇഷ്യൂ വന്നതായിരുന്നു. അപ്പൊ അന്നേരം എനിക്കിങ്ങനെ പറയാൻ തോന്നി, പക്ഷെ എനിക്ക് അന്നേരം പറ്റിയില്ല പറയാനായിട്ട്. അപ്പൊ അതും കൂടി ഇട്ടാണ് ഞാൻ പറയുന്നത്. കുക്കിങ്ങിന്റെ ഏരിയ എന്നാകുമ്പോ ഇപ്പൊ നമ്മള് വീട്ടിലെങ്ങനെയാണോ അതുപോലെ നമുക്ക് അവിടെയും ചെയ്യാമെന്ന് നമുക്ക് നടക്കത്തില്ല. ഇപ്പൊ വീട്ടിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കിച്ചൺ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നമുക്ക് ബിഗ് ബോസിൽ വന്നതിന് ശേഷം നമുക്ക് അത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ ചിന്തിക്കാനോ പാടില്ല. കാരണം വെച്ചാൽ അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, പല പല കാറ്റഗറീസിന് വരുന്നവരായിരിക്കും. സോ അപ്പൊ എല്ലാവർക്കും കൂടി അതൊന്ന് അഡ്ജസ്റ്റ് ആവണമെന്നില്ല. അപ്പൊ നമുക്ക് ബിഗ് ബോസിൽ നമ്മൾ എന്തിനാ വന്നത്, ഒരു ഗെയിം കളിക്കാനായിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് നിൽക്കുക, കളിക്കുക, വിന്നർ ആവുക, അതൊക്കെയേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതുപോലെ കാര്യങ്ങള് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഈ ഇന്നലത്തെ ഒരു സംഭവത്തിന്റെ ശേഷം, അതായത് ഇവർക്ക് പണിപ്പുര ടാക്സ് കൊടുത്തപ്പോഴത്തേക്കും അതിലവർക്ക് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവര് അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ബസർ അടിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് അവരെല്ലാവരും പുറത്തേക്ക് വന്നത്. അപ്പം ബസറിനുള്ളിൽ കഴിഞ്ഞിട്ടാ വന്നത്. അപ്പം അതില് എന്താ പറയാനായിട്ടെന്ന് വെച്ചാല്, ഇവരിപ്പോ പറയുന്നത് അത് 100% സത്യമാണ്. കാരണം വെച്ചാല് ഇപ്പൊ ക്യാപ്റ്റൻ പറയുന്നുണ്ട് ഇപ്പൊ. സോ അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ളത്, ക്യാപ്റ്റൻ പറഞ്ഞത് ക്യാപ്റ്റൻ ഇവരുടെ ഭാഗത്താണ് നിൽക്കുന്ന രീതിയിലൊക്കെ സംസാരമുണ്ട്. പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ക്യാപ്റ്റൻ ആരുടെ ഭാഗത്തും നിന്നിട്ടല്ല ചെയ്തത്. കാരണം നിങ്ങൾക്ക് ബസർ അടിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നത്. കാരണം അതിന്റെ ഉള്ളിൽ തന്നെ കയറുമ്പോഴത്തേക്ക് ടൈമർ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരെ പർട്ടിക്കുലർലി ബേസ്ഡ് ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. സോ അപ്പൊ ടൈമർ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതിന്റെ പുറത്തേക്ക് വന്നത്. സോ അപ്പൊ അത് തന്നെ വലിയൊരു ഇതാണ്. എന്നിട്ട് നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് എനിക്കിത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ടൈമർ ഇപ്പൊ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടിയെന്ന് വെച്ചാൽ അത് ശരിയാവത്തില്ലല്ലോ. അപ്പൊ ബിഗ് ബോസ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ക്യാപ്റ്റൻ ആരുടെ ഭാഗത്ത് നിന്നല്ല സംസാരിച്ചത്. എന്നുവെച്ചാൽ ക്യാപ്റ്റനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തുവാ അതിനകത്ത് നടക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് വന്നത്. ഇപ്പൊ ഒരാളെങ്കിലും ബസ്സിന് മുന്നേ വന്നിരുന്നെങ്കിൽ ഓക്കെ, ക്യാപ്റ്റൻ അതുപോലെ ചെയ്തിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്തേനെ. കാരണം ഇപ്പം എനിക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് മാത്രമാണ് എനിക്ക് ഇപ്പൊ ഇത്ര പറയാനുള്ളത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ അപ്പം ഞാൻ ഈ പറയുന്ന അഭിപ്രായം നിങ്ങൾ അതുപോലെ എടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഏത് രീതിയിൽ ഇത് കാണും എടുക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. സോ ബേസിക്കലി ഞാൻ പറഞ്ഞത് ഇത് ഒരു അഭിപ്രായം, ഒരു ലെവലിൽ മാത്രം നിങ്ങൾ ഇത് എടുത്താൽ മതി എന്നാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാനുള്ള ഒരു ഒപ്പീനിയൻ ആണ്. സോ അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പം ലാലേട്ടൻ വരുന്ന ഒരു റൗണ്ട് ആയിരിക്കുമല്ലോ. ഇനിയിപ്പം നമ്മുടെ ലാലേട്ടൻ വരുന്ന റൗണ്ടില് കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ലാലേട്ടൻ എന്തായാലും പറയായിരിക്കും. അപ്പൊ അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പൊ എന്റെ ഒരു അഭിപ്രായം ആ രീതിക്ക് എടുത്താൽ മതി. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും see you.